ഇന്ന് ഞാൻ ജോർജിയയിലുള്ള മലയാളി സ്റ്റുഡൻസ് പഠിക്കണ മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി കാണാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ 14ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ കാണാൻ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ടെന്നതും യൂണിവേഴ്സിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ കുട്ടികളോട് ഞാൻ കുറച്ച് കുട്ടികളോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ പോയിട്ട് ബാക്കി കുട്ടികളോടും പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ടിബിലിസി ലിബർട്ടി സ്ക്വയറിലാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലിബർട്ടി സ്ക്വയർ ഓൾമോസ്റ്റ് 11 മിനിറ്റ്, അതായത് ലിബർട്ടി സ്ക്വയറാണ് എല്ലാ ടൂറിസ്റ്റുകളും വന്ന് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ടിബിലിസിൻ്റെ. അപ്പോൾ ലിബർട്ടി സ്ക്വയറിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 11 മിനിറ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു ഓൾഡ് ടിബിലിസിയിലേക്ക്. ഓൾഡ് ടിബിലിസി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പോയേക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ യാൻഡക്സ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. യാൻഡക്സ് അറിയാലോ, ടാക്സി ഇവിടെ നമ്മുടെ നാട്ടിൽ ഓല ഊബറൊക്കെ പോലെ ഇവിടെയുള്ള ടാക്സി സർവീസാണ്. ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് മെട്രോയിൽ വേണമെങ്കിൽ പോകാം. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും അവിടെ പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം കുറേ യൂണിവേഴ്സിറ്റി ടിബിലിസിയിൽ 28ഓളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം കവർ ചെയ്യണം. അപ്പോൾ അത്രമാത്രം സമയം കിട്ടില്ല എനിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തത്. പക്ഷേ മാക്സിമം പറ്റുന്നത്രയും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഈ സീരീസ് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടും പ്രൈവറ്റ് ഇവിടെയുള്ള ടാക്സിയും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രാൻസ്പോർട്ടുകളും കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരും. ഇവിടെ ജോർജിയയിൽ ഞാൻ കണ്ടത് ടാക്സി നമ്മൾ ബുക്ക് ചെയ്താൽ പോലും BMW X6ഉം പിന്നെ അതേപോലെ തന്നെ ബെൻസൊക്കെ വന്നിട്ടുണ്ട് ടാക്സി ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ലക്ഷറി കാറുകളുടെ ഒരു കളിയാണ്. ശരിക്കും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022-ലാണ്. ഈ ഈസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഓരോന്നും ഓരോ യൂണിവേഴ്സിറ്റിയാണ്. ഓരോ യൂണിവേഴ്സിറ്റിയും എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫീസ് ഏറ്റവും കുറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഓൾഡ് ടിബിലിസിക്ക് അടുത്താണ്. ഞാൻ ടാക്സി ഇട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ടാക്സിക്കാരൻ എന്നെ റോഡിലാണ് ഇറക്കിയത്. റോഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് നടന്നാലാണ് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെത്തുക. ടിബിലിസി തന്നെയാണ്, ഓൾഡ് ടിബിലിസിയിലാണ്. പക്ഷേ അതിൻ്റെ ഏരിയ ഒക്കെ എന്താ വെച്ചാൽ ഒരു നോർമൽ ഏരിയ ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഞാൻ കുട്ടികളോട് സംസാരിച്ച സമയത്ത് എനിക്ക് മെയിനായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം, ഇവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഇവിടെ ഇവരുടെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലൊക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് ക്ലിനിക്കൽസ് ബെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്കും ECG അതേപോലെ തന്നെ പ്രഷർ നോക്കുന്നത് അതേപോലെ തന്നെ CPR ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് തേർഡ് ഇയറിലൊക്കെ എത്തുമ്പോഴേക്കാണ് അവർ കിട്ടുന്നത്. യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലെത്തിയായിട്ടുള്ള ഫീലൊന്നും ഉണ്ടാവില്ല. അവിടെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് എനിക്കത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള മനസ്സിലായത്. അതായത് യൂണിവേഴ്സിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ചെറുതാണ്, കണ്ടില്ലേ? ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ വളരെ ചെറിയ യൂണിവേഴ്സിറ്റിയാണ്, കുഞ്ഞു യൂണിവേഴ്സിറ്റിയാണ്, ഒരു റിമോട്ട് ഏരിയയിലാണ്. പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇവർക്ക് ഓണായിട്ടുള്ളതുകൊണ്ട്, കാര്യം ഇവർക്ക് ആദ്യം ഹോസ്പിറ്റലാണ് ഉണ്ടായത്. ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് ഇവർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലിനിക്കൽസ് ഇവർ ബെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞാൻ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ചെറിയൊരു കോമ്പൗണ്ടഡ് ആയിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു ക്യാമ്പസ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയ പോലെയാണ്. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസൊക്കെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഞാൻ സ്റ്റാഫ് വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ ക്യാമ്പസ് മുഴുവൻ മെഡിസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് ശരിക്കും കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. ഞാനങ്ങനെ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്റ്റാഫിനെയും കൂടെ കൂട്ടി ആദ്യം തന്നെ ഞങ്ങൾ പോയത് യൂണിവേഴ്സിറ്റിൻ്റെ ലൈബ്രറിയിലേക്കാണ്. ശരിക്കും ഒരു കുഞ്ഞു ലൈബ്രറി ആയിരുന്നു അത്. കുറച്ച് ബുക്കുകളായിട്ടുള്ള കുറച്ച് സീറ്റുകളായിട്ടുള്ള ചെറിയൊരു ലൈബ്രറി. അപ്പോൾ ഇതാണ് അവരുടെ ലൈബ്രറി. ചെറിയ ലൈബ്രറിയാണ്, കുറച്ച് ബുക്ക്. പക്ഷേ ഇവിടെ മെഡിസിൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സിവിലൊക്കെ പോയ സമയത്ത് അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് ബുക്സ് ഉണ്ടത്. ചെറിയ യൂണിവേഴ്സിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ വളരെ ചെറുതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് 200 കുട്ടികളേ ഉള്ളൂ. അതിൽ മലയാളികളും ഇന്ത്യൻസ് എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. ജോർജിയൻ സ്റ്റുഡൻസ് വളരെ കുറവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഇയർ മുതൽ ഇവർ ക്ലിനിക്കൽസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റുഡൻ്റാണ് തീരുമാനിക്കേണ്ടത് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. കാര്യം ക്ലിനിക്കൽസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സ്റ്റുഡൻസ് ആണ്. വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട, ക്യാമ്പസ് ലൈഫ് വേണ്ട എന്നുള്ള സ്റ്റുഡൻസിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആയിരിക്കും അത്. ഞാൻ അടുത്ത ഓരോ റൂമുകളായിട്ട് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും.
ഉണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മെഡിക്കൽ റൂം അവരുടെ. പിന്നെ അതേപോലെ തന്നെ പ്രൊഫസേഴ്സ് റൂമാണ്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് പറയുകയാണ്. അതായത് ഇവിടെ ഇവർ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ആക്കിയിരിക്കാനാണ് സാധ്യത. കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം ഒരു റൂംസിൻ്റെ ഒരു സ്റ്റൈലും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കോറിഡോറിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ യൂണിവേഴ്സിറ്റി പൊതുവെ പറയുന്നത് ആകെ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് അവർ ക്ലാസ്സിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലിലായിരിക്കും അവർക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഫെസിലിറ്റീസ് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അവിടുന്ന് ഞാൻ അവരുടെ കമ്പ്യൂട്ടർ ലാബിലേക്ക് പോയി. കുറച്ച് ലാപ്ടോപ്പുകൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബേസിക് കമ്പ്യൂട്ടർ ലാബായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ചെറിയൊരു ഡിസ്കഷൻ റൂമിലേക്കാണ്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു ഡിസ്കഷൻ റൂം. പ്രൊഫസേഴ്സ് ആരും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന റൂമാണിത്. അപ്പോൾ ഡിസ്കഷൻസൊക്കെ വരുന്ന സമയത്ത് സ്റ്റുഡൻസും പ്രൊഫസേഴ്സൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഇവരുടെ മാനേജ്മെൻറ്റ് വളരെ സപ്പോർട്ടീവാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും, അതുകൊണ്ടാണ് ഇവർക്ക് ഹോസ്പിറ്റലിൽ അവർ കോണായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നല്ല ക്ലിനിക്കൽസൊക്കെ കൊടുക്കാൻ പറ്റണത്. ഇവർ വളരെ സപ്പോർട്ടീവാണ് സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് തന്നെ അവരെല്ലാ റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അക്കമ്പനി ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 മെറ്റീരിയലാണ് മെയിനായിട്ട് ഇപ്പോൾ കണ്ടേക്കുന്നത്. ഒന്നാമത്തത് ഇതിൻ്റെ ഹോസ്പിറ്റൽ, രണ്ടാമത്തത് ഇവിടുത്തെ മാനേജ്മെൻറ്റ്. യുവർ നെയിം? സിയ. ലൈബ്രറി. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ലൈബ്രറീൻ്റെ ഹെഡാണ്. അപ്പോൾ നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു. നൈസ് ടു മീറ്റ് യു ടു. ബൈ. അവിടെ നിന്ന് ഞാൻ നേരെ അവരുടെ അനാട്ടമി ക്ലാസ് റൂമിലേക്ക് പോയി. അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസറിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ അവിടെ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ പറഞ്ഞു ഇവിടെ തിയറി ക്ലാസ്സുകൾ മാത്രമാണ് നടക്കുന്നത്, ഇതിൻ്റെ പ്രാക്ടിക്കലും മുഴുവൻ നടക്കുന്നത് തൊട്ടടുത്ത ബിൽഡിങ്ങിലാണെന്നാണ്. നമ്മൾ കണ്ടില്ല ബ്രിഡ്ജ് കണക്ട് ചെയ്ത തൊട്ടടുത്ത ബിൽഡിംഗ്, അവിടെ. ആ ക്ലാസ് റൂമിൽ സ്കള്ളിൻ്റെയും ബോണിൻ്റെ ഒക്കെ ചെറിയ ഡമ്മികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രൊഫസർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കാറുള്ളത് ഇതുപോലെ പ്രൊജക്ടർ കണക്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് പ്രൊജക്ടർ ഓണാക്കി അതിലൊരു PPT ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ ക്ലാസ് എടുക്കുന്ന രീതിയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ. Presenting clearly and also they practicing how to make PowerPoint presentation, how to explain what they learn already. മെയിൽ അയച്ചിട്ട് ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്തിട്ട് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവരിവിടെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ഞാനങ്ങനെ പ്രൊഫസറിനോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഫ്ലോറിലേക്ക് പോയപ്പോൾ കുറേ ഡിസ്കഷൻ റൂമുകളാണ്. ഒരു റൂമിൽ കയറിയ സമയത്ത് അവിടെ CPR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാൻകിനായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു റൂമിൽ ആ ഒരു മാൻകിൻ വെച്ച രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രണ്ട്സ് സിനിമയിൽ അവസാനം ഒരു ഡയലോഗിൽ ഇതാണ് നമ്മൾ അരവിന്ദനെ അടക്കിയേക്കുന്ന റൂം, ആ ഒരു ഫീലാണ്. അടുത്ത ക്ലാസ് റൂമിൽ കയറിയ സമയത്ത് അവിടെ കന്നിലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IV ഹാൻഡും ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത റൂമിൽ പോയ സമയത്ത് അതിലൊരു ഇലക്ട്രിക് IV ഹാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഹാൻഡിലുള്ള റീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ കൈ ടച്ച് ചെയ്യുന്ന അതേ ഫീൽ ഉണ്ട്. തൊട്ടടുത്ത റൂമിൽ ഇഞ്ചക്ഷൻ ആൻഡ് സ്യൂച്ചറിങ് പാഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇഞ്ചക്ഷനും അതുപോലെ തന്നെ തുന്നുന്നതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല മെറിറ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽസ് നല്ല ബെറ്ററാണ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഭയങ്കര മെറിറ്റ് ഇതിൻ്റെ ഫീസ് വെറും 5000 USD മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇനി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മറ്റൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ചെറിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചെറിയൊരു ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. 200 ഇന്ത്യൻ സ്റ്റുഡൻസ് ആണുള്ളത്. പിന്നെ അതിൽ തന്നെ മലയാളികൾ ഒരു 20 പേരോ അതിൻ്റെ അടുത്ത് തന്നെ മലയാളി സ്റ്റുഡൻസ് ഉള്ളൂ. ഇവരിവിടെ പഠിക്കുന്നതാണ്. കുഴപ്പമില്ലല്ലോ വീഡിയോ? ഓക്കെ. ഏതായിരുന്നു ഫസ്റ്റ് സെം? ഓക്കെ. എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? നല്ലതാണ്. ഓക്കെ. എത്ര കുട്ടികളുണ്ട് ഇവിടെ മലയാളികൾ? മലയാളികളാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് എവിടുന്ന? കണ്ണൂരിൽ നിന്ന് തന്നെ രണ്ടാളും. ഓക്കെ. എങ്ങനെയുണ്ട് പൊതുവെ യൂണിവേഴ്സിറ്റി? ഇവിടെ നിന്ന് എന്താ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ? ഹോസ്പിറ്റലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലിനിക്കൽ സ്കിൽസ് ആയിട്ടുള്ളത്? ക്ലിനിക്കൽ സ്കിൽസ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സെമ്മിൽ അവർ ക്ലിനിക്കൽസ് തന്നെ മീൻസ് ഡോക്ടറെ ഷാഡോ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണല്ലേ. രാവിലെ 9 മുതൽ 11 വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ
പിന്നെ 2 മണി വരെ ഉണ്ടാവും. ആ പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ 2 മണി വരെ ക്ലാസ് ഉള്ളൂ, ഉച്ച വരെ. അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ലാംഗ്വേജ് ഉണ്ടാവുന്നുണ്ട് 5:30 മുതൽ 7:00 വരെ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല, 9 മണി മുതൽ 11 മണി വരെ, പിന്നെ 2 മണി മുതൽ. ഇപ്പോൾ ആ 2 സബ്ജക്ട്സ് കഴിഞ്ഞുകൊണ്ട് ആ ഇപ്പോൾ 9 മണി മുതൽ 1 മണി വരെ ആ ടൈമിൽ ക്ലാസ് ഉച്ച വരെ. ഉച്ച വരെ ഉള്ളൂ. ആ ഓക്കെ. അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവലുണ്ടോ? ബ്രേക്ക് ഉണ്ട്. എത്ര മണിക്കൂർ? മണിക്കൂർ എന്ന് വെച്ചാൽ 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ 5:30 വരെ 3.5 മണിക്കൂർ. 3.5 മണിക്കൂർ. അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റൽ ഇവിടെ അടുത്താണ്? എവിടെയാണ് നിൽക്കുന്നത്? ഒരു ബസ് ദിർസി. ദിർസിയിലാണ്? ദിർസി ഇവിടെ അടുത്താണ്? ആ ആ ഓക്കെ. അപ്പോൾ ദിർസിയിൽ TCH-ലാണ് നിൽക്കുന്നത്. TCH. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് പോകാൻ ബസ്സിന്? ഒരു 15-20 മിനിറ്റ്. 20 മിനിറ്റ് ഉണ്ടാവും. ആ ആ ഓക്കെ. 20 മിനിറ്റ് പോകാനുള്ള ഹോസ്റ്റലുള്ളൂ. അപ്പോൾ പോയിട്ട് വരല്ലേ? 1 മണിക്കൂർ, ബാക്കി 2 മണിക്കൂറോടെ ഹോസ്റ്റലിൽ കിട്ടുമല്ലോ. അപ്പോൾ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇന്ന സബ്ജക്റ്റുകൾ ഇന്ന ദിവസം അങ്ങനെ ഉണ്ടോ? ഷെഡ്യൂൾ ഉണ്ടോ? മെയിൽ അയച്ചാൽ ഒരു സെമസ്റ്ററിനേക്കുള്ള ഫുള്ളായിട്ടാണോ കിട്ടുക, അല്ലെങ്കിൽ ഓരോ വീക്കാണോ മെയിൽ അയക്കുക? ഒരു മാസത്തേക്കാണ് മെയിൽ അയക്കുക. ഓക്കെ. ഇന്ന സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളതിൽ. ആ ഓക്കെ ഓക്കെ. പിന്നെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? നല്ല കമ്പനിയാണ്. വെറുതെ അടിക്കാതെ. നല്ല കമ്പനിയാണ്. സ്ട്രിക്റ്റും ഉണ്ട്. നമ്മളെ അനാറ്റമി ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ്. മാർക്ക് കിട്ടുന്നുണ്ടോ? മാർക്ക് കുറവാണ്. പാസ്സാകണ്ട എല്ലാവരും? സീനിയേഴ്സൊക്കെ എന്താ പറഞ്ഞേക്കണത്? പാസ്സാവുന്നുണ്ട്. സീനിയേഴ്സ് പാസ്സാവുന്നുണ്ട്. സീനിയർ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ? വന്നിട്ടുണ്ടല്ലേ? ആ ഓക്കെ. ഇവിടെ ആരും കാണാനില്ല മൊത്തം ക്ലിനിക്സിലായിരിക്കും. ഇത് അപ്പാർട്ട്മെൻറ്റ് എങ്ങാനാണ്? ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റി ആക്കിയാണ്. മൊത്തം ലുക്ക് കാണുമ്പേ ആദ്യം വന്നപ്പോൾ നമുക്ക് തോന്നും. ആദ്യം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫീല്? എന്താ പറയാ, ആദ്യം വന്നപ്പോൾ നമ്മൾ ആ ബാക്കത്തെ ഇതിലോട്ടേക്ക് കയറി പഠനൊരു മൂന്ന് പോയി. ജോർജി എന്താ ചൂസ് ചെയ്യാൻ കാരണം? ജോർജി ചൂസ് ചെയ്യാൻ കാരണം അക്രിഡിറ്റേഷൻ ഉണ്ട്. എന്തായിരുന്നു പേര് പറഞ്ഞാൽ മറന്നു. സിയാനും സഫാനയും. ഓക്കെ. കണ്ണൂരില്ലേ രണ്ടാളും? ഓക്കെ. അപ്പോൾ ബൈ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ കണ്ട കാര്യങ്ങൾ, ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ബാക്കിയുള്ള ആളുകളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓപ്പണായിട്ട് പറയാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എന്താണോ കാണുന്നത് അത് ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ്സ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആരുടെയും പേഴ്സണൽ റിവെഞ്ച് എടുത്തിട്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും അല്ല ചെയ്യണത്. ഞാനിവിടെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി മുഴുവൻ കണ്ട് അവിടെയുള്ള മലയാളി സ്റ്റുഡൻസിനോട് സംസാരിച്ച് തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് നടന്നു. തൊട്ടടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിലാണ് ശരിക്കും ഇവരുടെ ക്ലിനിക്കൽസ് ഒക്കെ നടക്കാറുള്ളത്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്ലിനിക്കൽസിൻ്റെ മെഡിക്കൽ ബ്ലോക്ക് ഉണ്ട്. ആ മെഡിക്കൽ ബ്ലോക്കിലേക്കാണ്. അവിടെയാണ് ഇവർക്ക് ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മെഡിക്കൽ ബ്ലോക്കിലേക്കാണ് നടക്കുന്നത്. മെഡിക്കൽ ബ്ലോക്ക് പോയിട്ട് ഇവരുടെ ക്ലിനിക്കൽസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയർ മുതൽ ഫസ്റ്റ് എയ്ഡും പിന്നെ അതേപോലെ തന്നെ CPR-ഉം ECG-യും എല്ലാത്തിനുള്ള ക്ലിനിക്കൽസും കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കൽസൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഫസ്റ്റ് ഇയർ മുതൽ ഫസ്റ്റ് സെമ്മ് മുതൽ ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യാണ് രോഗികളിലാണ് ഇതൊക്കെ ചെയ്യണത്. അല്ല, ഇവരൊക്കെ മാൻകിനിലാണ് ചെയ്യണത്. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സെമ്മ് മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ ഇവർക്ക് ഡോക്ടറിനെ ഷാഡോ ചെയ്യാൻ പറ്റും. അതായത് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ കൂടെ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുന്ന് പറഞ്ഞത്. ഞാൻ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തിയത് ഓൾമോസ്റ്റ് വെക്കേഷൻ സമയത്തായതുകൊണ്ട് കുറേ കുട്ടികൾക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലിനിക്കൽ ബ്ലോക്കിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് എല്ലാ റൂമുകളും തുറന്നു തന്നു. ആ ഒരു ബ്ലോക്കിൽ കൂടുതലും ക്ലിനിക്കൽ സ്കിൽസിൻ്റെ സ്റ്റിമുലേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പല കേസുകളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിപർപ്പസ് മാൻകിനുകളായിരുന്നു അവിടെ പല റൂമുകളിലും ഉണ്ടായിരുന്നത്. ഞാനൊരു റൂമിൽ കയറിയ സമയത്ത് സ്യൂച്ചറിങ് പാഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്യൂച്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിൽസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് അടുത്തൊരു ലാബാണ്. ഇപ്പോൾ CPR-ഉം കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ്. അപ്പോൾ കറക്റ്റ് പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ പ്രഷർ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്, അത്രയും പ്രഷർ കൊടുത്താൽ മാത്രമാണ് അത് കറക്റ്റ് വർക്കാവുള്ളൂ. തൊട്ടടുത്ത റൂമിൽ ഇഞ്ചക്ഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാഡും സിറിഞ്ചൊക്കെ ആയിരുന്നു. ആ പാഡ് ഞാനൊന്ന് എടുത്തു നോക്കിയ സമയത്ത് ശരിക്കും നമ്മുടെ തൊലി എങ്ങനെയാണല്ലോ അതുപോലെയുള്ള സിലിക്കൺ പാഡാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ബോഡിയിൽ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ കറക്റ്റ് നമ്മുടെ ടിഷ്യൂ എത്ര ടിഷ്യൂ ഉണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് എത്ര ലെയർ ഉണ്ടോ നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള ലെയറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ കറക്റ്റ് കുട്ടികൾക്ക് മനസ്സിലാവും വെയിൻ എങ്ങനെയാണ് പോകുന്നത്, വെയിൻ എങ്ങനെ കണ്ടുപിടിക്കണം, വെയിൻ എങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാവും.
ഞാനങ്ങനെ അവിടെയുള്ള എല്ലാ ക്ലിനിക്കൽ സ്കിൽസ് റൂമിലേക്കും കയറി നോക്കി. പക്ഷേ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമാണ് വീഡിയോയിലെടുത്തത്. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഈസ്റ്റ് വെസ്റ്റ് ടീച്ചിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് അതിൻ്റെ ഹോസ്പിറ്റൽസ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് ഞാൻ നേരത്തെ കയറിയല്ല കേട്ടോ, ഇത് തന്നെയാണ്. ഇതിന് മുന്നിൽ കൂടിയാണ് ഞാൻ പോയത്. അപ്പോൾ ഇത് നേരെ കയറുന്നത് യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസിലേക്കാണ്. അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കാം. ഇതുള്ളത് കണ്ടില്ല, ഒരു റിമോട്ട് ലൊക്കേഷനാണ്, സിറ്റിയിലല്ല, സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ മാറണം. അപ്പോൾ ദിർസിൻ്റെ അടുത്താണ്. ദിർസി എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ നിന്ന് ഒരു 35-40 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ എനിക്കൊന്ന് ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് പോകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.